കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ബിഷപ്പ് സമർപ്പിച്ച ജാമ്യാപേക്ഷ പാലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ച സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ ഫ്രാങ്കോ മുളയ്ക്കൽ ജാമ്യാപേക്ഷ നൽകും. തെളിവെടുപ്പടക്കം പൂർത്തിയാക്കാൻ 24-ാം തീയതി വരെ ഫ്രാങ്കോയെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം അംഗീകരിച്ച കോടതി ഫ്രാങ്കോയെ 3 ദിവസം കസ്റ്റഡിയിൽ വിട്ടു. കുറവിലങ്ങാട്ടെ മഠത്തിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവ കണ്ടെത്തണമെന്നും ലൈംഗിക ശേഷി പരിശോധന നടത്തണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ആവശ്യപ്പെട്ടു. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം ഫ്രാങ്കോ മുളയ്ക്കൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും പാലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇത് തള്ളി. ബിഷപ്പിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാരണത്താൽ ജാമ്യാപേക്ഷ തള്ളണമെന്നുമുള്ള പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചു. ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഫ്രാങ്കോയുടെ അഭിഭാഷകർ ആരംഭിച്ചു. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, സെഷൻസിലും ആവാം, ഹൈക്കോർട്ടും ആവാം. എന്നിരുന്നാലും അതൊന്ന് ആലോചിച്ച് എവിടെ വേണമെന്നുള്ളൊരു തീരുമാനം എടുത്തതിന് ശേഷം ഇതിനിടെ രക്തവും ഉമിനീരും അനുമതിയില്ലാതെ ബലമായി പരിശോധിക്കാനെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിന് കോടതി അനുവദിക്കരുതെന്നും ഫ്രാങ്കോ മുളയ്ക്കൽ അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ കോടതി നിലപാട് അറിയിച്ചില്ല. കന്യാസ്ത്രീ പീഡനത്തിനിരയായെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലെത്തും മുമ്പ് ചില നിർണായക നീക്കങ്ങൾ നടത്താൻ പ്രതിഭാഗം ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.